എന്താണ് ഈ തെക്കത് സങ്കല്പം? തെക്കത് സങ്കല്പങ്ങൾ നമ്മൾ ഈ തിരുവനന്തപുരം ഭാഗത്താണ് കൂടുതൽ പറയുന്നത്. പീഠങ്ങളായിരിക്കും പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതെന്താണ് ഈ കലമാൻ കൊമ്പിന്റെ? നമ്മുടെ ഈ കലമാൻ കൊണ്ട് ഭഗവതി സങ്കല്പത്തിലാണ് കലമാൻ കൊമ്പിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അത് കൂടുതലും ഭദ്രകാളി ആയി സങ്കല്പത്തിലാണ് പ്രതിഷ്ഠിക്കുന്നത്. ഈ വർഷങ്ങൾക്ക് ശേഷം ആചരിച്ചു കൊണ്ടുവച്ച ആളിനെ മന്ത്രമൂർത്തി എന്ന് പറയുകയും നമ്മൾ വടക്ക് ഭാഗത്ത് മലബാർ സൈഡിൽ അതിനെ ഗുരുമുത്തപ്പൻ എന്ന ഒരു സമ്പ്രദായത്തിൽ പറയും. നമസ്കാരം. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞു പരദേവത, ചെറിയ അമ്പലങ്ങൾ, നമ്മൾ ഇവിടെയൊക്കെ തെക്കത് എന്നുള്ള സംവിധാനം ഉണ്ട്. തെക്കത് പൂജ എൻ്റെ കുടുംബക്ഷേത്രമല്ല, കുടുംബത്തെക്കത് എന്ന് പറയും. എന്താണ് ഈ തെക്കത് സങ്കല്പം? നമ്മുടെ പൂർവികർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ ഈ തിരുവനന്തപുരം ഭാഗത്ത് ആണ് കൂടുതൽ തെക്കത് സങ്കല്പങ്ങൾ പറയുന്നത്. തെക്കത് സങ്കല്പങ്ങൾ നമ്മൾ ഈ തിരുവനന്തപുരം ഭാഗത്താണ് കൂടുതൽ പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു വീട്ടിൻ്റെ തെക്ക് ഭാഗത്ത് കന്നിമൂലയിലായി പ്രതിഷ്ഠിക്കുന്ന ദേവതമാരാണ് കൂടുതലും നമ്മുടെ ഈ ഭാഗത്തല്ല. അപ്പോൾ ഈ ദേവതമാരെ ഈ വീട്ടിൻ്റെ രക്ഷയ്ക്കാണ് ഉപയോഗിക്കുന്നത്. ഈ കുടുംബക്കാരുടെ, ആ ഭൂമിയുടെ, അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ രക്ഷയ്ക്ക് ആണ് ഇത് അവർ വെച്ചിരുന്നത്, പൂർവികർ വെച്ച് ആചരിച്ചു വന്നത്. അപ്പോൾ ഇത് നൂറ്റാണ്ടുകളായിട്ട് ആചരിച്ചു വരുന്ന സമ്പ്രദായമാണ്. അപ്പം നമ്മുടെ പൂർവികരാരാണോ അവരുടെ ജീവൻ്റെ അംശമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ ഉപാസിച്ച് കൊണ്ടുപോയിക്കുന്നത്, അപ്പം കാളിയാവട്ടെ, ചാമുണ്ടിയാവട്ടെ, ചാത്തനാവട്ടെ, ദുർഗയാവട്ടെ, മഹാലക്ഷ്മി ആവട്ടെ, ഏത് ദേവത എന്നുള്ളതല്ല, ആ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു ഉപാസകൻ ഉപാസിച്ച് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. പിന്നെ ആ കുടുംബം വളരുന്ന അവസ്ഥയിലേക്ക് വരും. 1, 2 പല കല്യാണങ്ങൾ, പല സമ്പ്രദായങ്ങൾ, ഇതൊക്കെ തലമുറകൾ മാറുമ്പോൾ ഇത് ഇവരുടെ ഈ കുടുംബക്കാരുടെ കുടുംബ ദേവതയായി ഇത് മാറുകയാണ് ചെയ്യുന്നത്. ദേവതയായി മാറുകയാണ് ചെയ്യുന്നത്. ഈ കൊണ്ടുവച്ച ആളിനെ ആണ് മന്ത്രമൂർത്തി എന്ന് നമ്മുടെ ഈ ഭാഗത്ത് പറയും. ഈ വർഷങ്ങൾക്ക് ശേഷം ആചരിച്ചു കൊണ്ടുവച്ച ആളിനെ മന്ത്രമൂർത്തി എന്ന് പറയുകയും നമ്മൾ വടക്ക് ഭാഗത്ത് മലബാർ സൈഡിൽ അതിനെ ഗുരുമുത്തപ്പൻ എന്ന ഒരു സമ്പ്രദായത്തിൽ പറയും. ഗുരുമുത്തപ്പൻ, ഇങ്ങനെയൊക്കെയുള്ള സമ്പ്രദായത്തിൽ. തെക്കത് സമ്പ്രദായം അങ്ങോട്ടും അവർ മലബാർ മേഖല അവർ പിന്നെ മച്ചില ഭഗവതി നമ്മുടെ ഇവിടെയുണ്ട്. മച്ചില ഭഗവതി, പിന്നെ നമ്മളിവിടെ തെക്കുന്നവർ മച്ചില ഭഗവതി, വീട്ടിൽ മച്ചിൽ ഭുവനേശ്വരി സങ്കല്പത്തിൽ കൊടുക്കുന്ന ഒരു സമ്പ്രദായം. പിന്നെ അവരുടെ ഈ കണ്ഠകർണൻ എന്നൊക്കെ, നമ്മളിവിടെ കണ്ഠകർണൻ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഈ ചാത്തൻ്റെ ചില രീതികൾ, മറ്റു രീതികൾ, ഇതൊക്കെയാണ് മലബാർ സൈഡിലോട്ടും അങ്ങോട്ടും പറയുന്നത്. ഇതെല്ലാം അതാത് കുടുംബങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ നാട്ടിനെ രക്ഷിക്കുകയല്ല, ഈ കുടുംബത്തിൻ്റെ രക്ഷ മാത്രമാണ് ഈ ദേവതയുടെ ജോലി, ഈ തെക്കത് ആ സങ്കല്പത്തിലുള്ള ജോലി. ഇതാണ് ഈ തെക്കതുകളെന്ന് പറഞ്ഞ സമ്പ്രദായം. ഇനി ഇതിന് നമുക്ക് ഇപ്പോഴും പുതുതായി വരുന്ന ആൾക്കാർ ഈ തെക്കതുകളെ പാടെ പൊളിച്ചു കളയുന്നൊരു സമ്പ്രദായം കാണപ്പെടുന്നുണ്ട് നമ്മുടെ ഈ ഭാഗങ്ങളിൽ. ഇവിടെ അതിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒന്നുകിൽ പീഠമായിരിക്കും, നമ്മുടെ വരിക്കപ്പിലാവിൻ്റെ പീഠം, അല്ലെങ്കിൽ ഏതെങ്കിലും അതാത് സ്ഥലങ്ങൾക്കനുസരിച്ച് അനുയോജ്യമായിട്ട് ഓരോ സ്ഥലം വരുമ്പോൾ ഇതിന് മാറ്റം വരും. പീഠങ്ങളായിരിക്കും പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ചിലപ്പോൾ ചെറിയ വിഗ്രഹങ്ങളായിരിക്കും, ചെറിയ കല്ലുകളായിരിക്കും, ചിലപ്പോൾ കലമാൻ കൊമ്പ് എന്ന് പറയുന്നത് അങ്ങനെയുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ പല ക്ഷേത്രങ്ങളിലും കലമാൻ കൊമ്പ് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ കലമാൻ കൊണ്ട് ഭഗവതി സങ്കല്പത്തിലാണ് കലമാൻ കൊമ്പിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അത് കൂടുതലും ഭദ്രകാളി ആയി സങ്കല്പത്തിലാണ് പ്രതിഷ്ഠിക്കുന്നത്. ഭദ്രകാളിയെയാണ് മിക്കവാറും 80% ഭദ്രകാളിക്കാണ് കലമാൻ കൊമ്പ് വരുന്നത്. പിന്നെ ദുർഗയും ചിലർ അതിനകത്ത് ആചരിക്കുന്നുണ്ട്. എന്നാലും പ്രശ്നവശാലോ സംവിധാനത്തിലോ ഇത് കാണുന്നത് കറക്റ്റ് ഭദ്രകാളിയായിട്ടാണ്, ഈ കലമാൻ കൊമ്പ്. അപ്പോൾ അങ്ങനെ ആചരിക്കുന്ന സമ്പ്രദായം, കാരണം നൂറ്റാണ്ടുകളായി കലമാൻ കൊമ്പ് വെച്ചിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. ഇത് പെട്ടെന്ന് ചാർജ് ആവുന്ന ഒരു സമ്പ്രദായമാണ് ഈ കൊമ്പ്, കലമാൻ കൊമ്പ്. ഇപ്പോൾ കണ്ടുവരുന്നത് ഒരു തന്ത്രി പ്രതിഷ്ഠിച്ച് കഴിഞ്ഞാൽ ഇതിനെടുത്ത് ഒന്നുകിൽ ഒഴുക്കിക്കളയും, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പീഠത്തിനെടുത്ത് മാറ്റിക്കളയും. ഇതൊക്കെ ചെയ്യുന്നതാണ് ഇത് കണ്ടുവരുന്നത്. ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ ഒന്നുകിൽ മയിലാടി എന്നൊരു വിഗ്രഹം വാങ്ങിച്ച് പ്രതിഷ്ഠിക്കും, അല്ലെങ്കിൽ പിന്നെ മറ്റേതെങ്കിലും ഇവിടെ നിന്നൊരു വിഗ്രഹം ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചു. നമ്മൾ പൂർവിക ആചാരപ്രകാരം നൂറ്റാണ്ടുകളായിട്ട് ഈ കലമാൻ കൊമ്പാണ് ആചരിച്ച് വരുമ്പോൾ അതിന് ചെറിയ കേടുപാടുകളൊക്കെ വരും. അതിനെ നമുക്ക് വെള്ളി കെട്ടിയോ സ്വർണം കെട്ടിയോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമുക്ക് പിത്തള നല്ല പോലെ ആ പൊട്ടുള്ള സ്ഥലത്ത് കെട്ടിയോ
അതിനെ തിരിച്ചുപയോഗിക്കേണ്ടതാണ്, അല്ല അതിനെടുത്ത് കളയരുത്. അതിനൊരു കാരണം കൂടെയുണ്ട് ഇത് കളയരുതെന്ന് പറയുന്നത്. നമ്മൾ ഒരു ദേവതയുടെ ഒരു വർഷം ഒരു മനുഷ്യൻ്റെ ഒരു ദിവസമാണ്. നമ്മുടെ ഒരു വർഷം ദേവതയുടെ ഒരു ദിവസമാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ആകെ എത്ര കാലം ജീവിക്കും ദേവത? അപ്പോൾ ഈ പല മനുഷ്യർ, പല കുടുംബങ്ങൾ ആചരിച്ച് വന്ന് ഒരു ഭയങ്കരമായ ശക്തി അതിൽ വന്നിരിക്കും. നമ്മളിതെടുത്ത് കളയുന്നതോടുകൂടി ഈ ശക്തി ഒരു തന്ത്രി വന്ന് ആവാഹിച്ചാൽ പ്രത്യേകിച്ച് ആ കുടുംബത്തിനകത്തുള്ള ആൾക്കാരായിരിക്കണം അവിടെ പ്രതിഷ്ഠിക്കേണ്ടത്. കാരണം ഈ കുടുംബത്തിനകത്തുള്ള പൂർവികൻ്റെ ജീവൻ്റെ അംശമാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പം ഇവരിത് ചെയ്യുമ്പോൾ ഇതെടുത്ത് മാറ്റുന്നതോടുകൂടി ഈ ജീവകല പൂർണ്ണമായി മാറ്റപ്പെടുന്നു. അതാണ് ഇതിൻ്റെ ദുരിതത്തിന് പ്രധാനമായ കാരണം. ചില തെക്കതുകളിൽ ഈ ജീർണാവസ്ഥയിൽ വരും. പിൽക്കാലത്ത് ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ ആരും വിളക്ക് കത്തിക്കാനോ അല്ലെങ്കിൽ ആചരിക്കാനോ ഒന്നും ആളുണ്ടാവില്ല. അപ്പോൾ അവർ ചിലപ്പോൾ മാസത്തിലൊരിക്കൽ ആഴ്ചയിലൊരിക്കലൊക്കെ ആ നട തുറന്ന് ജസ്റ്റ് തൂത്ത് വിളക്ക് കത്തിച്ചിട്ട് പോകുന്നു. അപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ഇതൊരു ജീർണാവസ്ഥയിൽ മഴയിൽ നനഞ്ഞ് അല്ലെങ്കിൽ ഓലപ്പെരകളായിരിക്കും കൂടുതലും പണ്ട് ഇവിടെ കൊണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ പ്രശ്നമാകുമ്പോൾ ഇവർ ചെന്ന് ആരെങ്കിലും ചെന്ന് കാണും, ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾക്ക് പരദേവത ഇങ്ങനെ പ്രശ്നമുണ്ട്, അതിങ്ങനെ പുനഃപ്രതിഷ്ഠ ചെയ്യണം അല്ലെങ്കിൽ അതിനൊന്ന് പുതിയ അമ്പലം ആക്കണം എന്ന് ജ്യോത്സ്യന്മാരോ അല്ലെങ്കിൽ അത്തരം കവടിയൊക്കെ നിരത്തി പറയുന്നവരുണ്ട്. അപ്പോൾ ഇവർ അതിന് പിന്നിലെ പോകുമ്പോൾ അവിടെ ക്ഷേത്രത്തിലേക്കാണ്, ഇല്ലെങ്കിൽ ആ ഭാഗം ക്ഷേത്രം പണിയാനുള്ള തയ്യാറെടുപ്പിലേക്കാണ് അവർ പോകുന്നത്. അങ്ങനെ ചെയ്യുന്നുണ്ടെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ആ കുടുംബത്തിന്? അല്ല, അത് തെറ്റാണ്. തെക്കതിനെ ക്ഷേത്രമാക്കുമ്പോൾ പ്രശ്നമുണ്ടോ? അല്ല, തെക്കതിനെ ക്ഷേത്രമാക്കി മാറ്റാം. നമ്മൾ ക്ഷേത്രമാക്കി മാറ്റാം. ക്ഷേത്ര സങ്കല്പത എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് ഒരു വിഗ്രഹമാണ്. പലരും ക്ഷേത്രം എന്നുകൊണ്ട് ഇപ്പോൾ ഉദ്ദേശിച്ച് വരുന്നത് ഒരു കറക്റ്റ് ടച്ചായ ഒരു നമ്മൾ ക്ഷേത്രമെന്ന് പലതും കാണുന്നത് ഒരു ടച്ചിലുള്ള ഒരു സമ്പ്രദായത്തിലുള്ള ഒരു ക്ഷേത്രവും അതിനകത്തൊരു വിഗ്രഹവും കൂടി ആയിക്കഴിഞ്ഞാൽ ഒരു ക്ഷേത്രമായി. തെക്കത് സങ്കല്പത്തിലും നമുക്ക് അതിലേക്ക് മാറ്റം വരുത്താം. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് ഈ ഇരിക്കുന്ന ആ ഒരു സംവിധാനം ഉണ്ടല്ലോ, അത് പൊളിക്കാതെ അതിനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഒരു മൊത്തത്തിൽ പൊളിച്ചു വാരി മാറ്റുകയാണ്. അതല്ല ചെയ്യേണ്ടത്. നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ കണക്ക് കറക്റ്റ് തച്ചുശാസ്ത്രം അറിയുന്ന ഒരാളെ വിളിച്ച് അതിൻ്റെ ഒരു കണക്ക് കറക്റ്റാക്കിക്കൊണ്ട് അതിൽ മാറ്റം വരുത്താം. അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട, അതിനകത്തിരിക്കുന്ന പീഠം ജീർണാവസ്ഥയായി ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല, എങ്കിലേ മാറ്റാവും. ആ പീഠം പറ്റുമെങ്കിൽ അതിനെ രണ്ടാമത് റീസെറ്റ് ചെയ്യാമെങ്കിൽ ആ പീഠം തന്നെ റീസെറ്റ് ചെയ്ത് ഉപയോഗിക്കണം. കാരണം അതിനെ ഈ തന്ത്രിമാർ അനുവദിക്കും. അല്ല, അത് അവരുടെ അറിവുകേടാണ്. ഇപ്പം ഈ യഥാർത്ഥത്തിൽ തന്ത്രിയെ കുടുംബക്ഷേത്രങ്ങളിൽ വേണ്ട എന്നുള്ളതാണ്. തന്ത്രിയെ വേണ്ട കുടുംബക്ഷേത്രത്തിൽ. ആ കുടുംബത്തിലെ കാരണവരായിരിക്കണം എടുത്ത് പ്രതിഷ്ഠിക്കേണ്ടത്. അദ്ദേഹമാണ് തന്ത്രി. അദ്ദേഹം ആയിരിക്കണം തന്ത്രി. കാരണം അദ്ദേഹത്തിൻ്റെ പൂർവികൻ്റെ ജീവകലയാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ തന്ത്രിയുടെ ജീവകല മറ്റൊന്നാണ്. മറ്റൊരു അച്ഛന് മറ്റൊരു കുടുംബത്തിൽ പിറന്നതാണ് തന്ത്രി. അപ്പോൾ ഈ ജീവകല ഇതുമായി ഒരിക്കലും യോജിച്ചു പോകില്ല. അപ്പോൾ അവൻ്റെ കുടുംബക്ഷേത്രം പുനഃപ്രതിഷ്ഠ നടത്തുകയാണെങ്കിൽ ഈ കുടുംബത്തിനകത്തുള്ള കാരണവർ, ഇപ്പം ഇന്ന് കാരണവരില്ലാത്ത കുടുംബങ്ങളുണ്ട്, അതിനകത്ത് ഏറ്റവും മൂത്ത സന്തതികൾ അല്ലെങ്കിൽ അതിൽ നിന്ന് 1-2 പേരെ തിരഞ്ഞെടുത്ത് അവർ വ്രതാനുഷ്ഠാനത്തോടെ നിന്ന് അവരുടെയും കൂടെ സാന്നിധ്യത്തിൽ ഇതെടുത്ത് അകത്ത് വയ്ക്കാം. തന്ത്രി വേണമെങ്കിൽ പിന്നെ പൂജാകർമ്മൊക്കെ അറിയില്ല, പൂജാരി വേണമെങ്കിൽ വെച്ചോ, അതിനകത്തൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ കുടുംബത്തിനകത്തുള്ള ഒരാളെ കൂടെ ആയിരിക്കണം അതെടുത്ത് അവിടെ വെക്കേണ്ടത്. തന്ത്രി ഒരു സഹായിയുടെ അവസ്ഥയിൽ വേണമെങ്കിൽ നിലനിർത്താം. കാരണം പൂജാ രീതികളുണ്ട്, നമ്മുടെ ഒരുപാട് രീതികളുണ്ട്. അപ്പോൾ അതിനകത്ത് പൂർണ്ണമായും നമ്മുടെ ഒരാൾക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അത് ഒരു തന്ത്രിയെ കൃത്യമായിട്ട് ആ തന്ത്രിയും കൂടെ നിലനിർത്തി വേണം ഇത് ചെയ്യും. ഈ സാധാരണ നമ്മൾ തന്ത്രിയും കൂടെ നിലനിർത്തിയിട്ട് കുടുംബക്കാർ വേണം ഇത് ചെയ്യാൻ. ഇപ്പം തെക്കെന്നുള്ള സങ്കല്പത്തിൽ ഇപ്പം നമുക്കും പൂജ ചെയ്യാം, ചെല്ലുക എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഉള്ള ഒരു അംഗത്തെ പോലെയാണ് അതിനകത്തുന്ന പ്രതിഷ്ഠയും മൂർത്തിയോ കാണുന്നത്. അപ്പോൾ നമ്മൾ ചെല്ലുന്നു, കൈയും കാലും മുഖമോ കഴിവ് വന്നിട്ട് നമ്മൾ വിളക്ക് കത്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നമ്മൾ പൂവുകൾ അർച്ചന ചെയ്യുന്നു, അർച്ചനയൊന്നുമില്ല, ചെന്നിടുന്നു, വരുന്നു. നമുക്ക് അത്രയും സ്വാതന്ത്ര്യമുണ്ട്. ഒരു ക്ഷേത്രമാകുമ്പോൾ ആ സ്വാതന്ത്ര്യം അവിടെ നഷ്ടപ്പെടുകയല്ലേ? അല്ല, ഇത് ക്ഷേത്ര കണക്കിലേക്ക് കൊണ്ടുവരിക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾക്ക് ചെന്ന് വിളക്ക് എത്തിക്കുക, നമ്മൾ തന്നെ വിളക്ക് എത്തിക്കണമെന്നുള്ളതാണ്. ഈ ക്ഷേത്രമായാലും കുടുംബ പരദേവതയാണെങ്കിൽ പുറത്തുള്ള ആളിനെ കൊടുത്ത് വിളക്ക് എത്തിക്കരുത്. കഴിയുമെങ്കിൽ ഇപ്പം നമുക്ക് ഒരാൾക്ക് പറ്റില്ല, ദൂരെ വിദേശത്താണ് എങ്കിൽ കൊള്ളാം, നമ്മുടെ കുടുംബത്തിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കാവൂ, അവർ ചെയ്യുന്ന പൂജയെ ഫലിക്കൂ. അപ്പം നമ്മൾ ഒരാൾ പോറ്റിയെ വരുത്തി അല്ലെങ്കിൽ ഒരു
പൂജാരിയെ വരുത്തി അദ്ദേഹത്തിനെ കൊണ്ട് പൂജ ചെയ്യിക്കുന്നതായിട്ട് നല്ലത് ആ കുടുംബത്തിൽ ആരെങ്കിലും കുടുംബത്തിൽ ഒരാൾ ആരെങ്കിലും ആ ക്ഷേത്രമായാലും ഈ കുടുംബക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് ഞാൻ പറയുന്നു ഗ്രാമക്ഷേത്രങ്ങളോ മഹാക്ഷേത്രങ്ങളോ അല്ല, നമ്മുടെ ഈ തെക്കത് സങ്കല്പത്തിലുള്ള സമ്പ്രദായം മാറി കുടുംബക്ഷേത്രം എന്നുള്ളൊരവസ്ഥയിലേക്ക് വരുമ്പോൾ ആ കുടുംബത്തിനകത്തുള്ള ഒരാൾ തന്നെ ചെയ്യണം. അത് മന്ത്രമറിയാവുന്നോ അദ്ദേഹത്തിന് പൂജ അറിയാവുന്നോ എന്നുള്ളത് അവിടെ വിഷയം വരുന്നില്ല. അദ്ദേഹത്തിന് അറിയാവുന്നത് കറക്റ്റ് ശുദ്ധവൃത്തിയോടെ, ശുദ്ധവൃത്തി എന്ന് വെച്ചാൽ ഓരോ കുടുംബത്തിനും ഓരോ ശുദ്ധവൃത്തിയാണ് അറിയാമല്ലോ. നമ്മുടെ ഈ ഹൈന്ദവത്തിൽ ഒരുപാട് കുടുംബത്തിനും ഓരോ രീതിയിലാണ് അവർ ഈ ശുദ്ധവൃത്തികൾ ആ രീതിക്കാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇത് നമ്മുടെ ഒരു നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു ശുദ്ധവൃത്തി ചില ക്ഷേത്രങ്ങൾ കുടുംബക്ഷേത്രങ്ങളിൽ നടക്കുന്നതല്ല. അങ്ങനെ അപ്പോൾ അവരുടെ രീതിക്കാണ് ചെയ്യേണ്ടത്. ആ കുടുംബക്കാരായിരിക്കണം, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ഒരു കാരണവരായിരിക്കണം, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മൂത്ത സന്തതി ആയിരിക്കണം. അല്ല, മൂത്ത സന്തതിയിൽ ഇളയ സന്തതിക്കാണ് താല്പര്യം, ഇളയ സന്തതി ആയിരിക്കണം. ആ കുടുംബക്കാരിൽ ഒരാളായിരിക്കണം പൂജയാണ്. സഹായത്തിന് വേണമെങ്കിൽ ഒരു പൂജാരി നിങ്ങൾ വെച്ചു, ഉത്സവ സമയമോ അല്ലെങ്കിൽ ഉത്സവ സമയമോ വാർഷികമോ അല്ലാതെ ഇപ്പോൾ ഒരുപാട് കുടുംബക്കാരുള്ളതാണ്. ഒരു പൂജ അറിയുന്ന ഒരാൾ കൂടെ വേണം, ആയിക്കോട്ടെ ഒരാളെ വെച്ചോളൂ. പക്ഷെ അവിടുത്തെ മെയിൻ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ കാരണവരായിരിക്കണം, അല്ലെങ്കിൽ കുടുംബത്തിനകത്തുള്ളവരായിരിക്കണം, കുടുംബക്ഷേത്രത്തിൽ. അതുകൊണ്ടാണോ ഇവർ ഈ ഇതെന്ന് പുനഃപ്രതിഷ്ഠയൊക്കെ വച്ചിട്ടും എനിക്കൊരു എഴുന്നേറ്റമില്ല എന്ന് നമ്മൾ പറയൂലേ, നമുക്ക് ഒരു മുന്നോട്ട് പല കാര്യങ്ങളും തടസ്സം വരുന്നു, ഞാൻ ക്ഷേത്രം ശരിയാക്കിയല്ലോ എന്നിട്ടും എനിക്കെന്ത് എൻ്റെ വീട്ടിൽ ഇത്തരം ദുർമരണങ്ങൾ സംഭവിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തികമായിട്ട് പോകുന്നു, അല്ലെങ്കിൽ വീടുകളിൽ ഒരു സ്വസ്ഥതയില്ലായ്മ ഉണ്ടാവുന്നു, പെട്ടെന്ന് മരണങ്ങൾ സംഭവിക്കുന്നു, അത് ഇതുകൊണ്ടൊക്കെയാണോ? ഇതാണ് കാരണം ഇത് മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ തന്ത്രി, നമ്മളിപ്പോൾ ഒരു തന്ത്രിയെ കണ്ടെത്തിയാണല്ലോ. ഞാൻ ഈ തന്ത്രത്തിനോ തന്ത്രികൾക്കോ ഒന്നും എതിരല്ല കേട്ടോ, അത് ആ സിസ്റ്റത്തിൽ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ നമ്മുടെ ഈ കുടുംബക്ഷേത്രങ്ങളിൽ ഇപ്പോൾ നടന്നു വരുന്ന ഒരു സമ്പ്രദായമാണ് ഞാൻ പറഞ്ഞത്. കുടുംബക്ഷേത്രത്തിനകത്ത് തന്ത്രിക്ക് കാര്യമില്ല, ഒരു തന്ത്രിക്ക്. ഇവിടുത്തെ നമ്മുടെ കുടുംബക്ഷേത്രമാണ്, ഇവിടുത്തെ നമ്മുടെ ഗുരുവായൂർ തന്ത്രിയെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചാൽ ഓക്കെ ആവില്ല. ഗുരുവായൂർ തന്ത്രി കുറഞ്ഞ ആളെന്നുള്ളതല്ല ഞാൻ പറയുന്നത്, അദ്ദേഹം പ്രതിഷ്ഠിച്ചാൽ ഇത് ശരിയാവില്ല. കാരണം ഇവിടെ ഇരിക്കുന്ന ജീവൻ്റെ അംശം ഇവിടെ ഉള്ള കാരണവരുടെ പൂർവികൻ്റെ ജീവൻ്റെ അംശമാണ്, തന്ത്രിയുടെ ജീവൻ്റെ അംശമല്ല. പച്ചയ്ക്ക് ജീവൻ്റെ അംശമാണ് ഇത് പ്രതിഷ്ഠിക്കുന്നത്, അല്ലാതെ പുറത്തു നിന്നെടുത്തല്ല പ്രതിഷ്ഠിക്കുന്നത്. ഇപ്പം ഞാനാണ് പ്രതിഷ്ഠിക്കുന്ന ക്ഷേത്രമാണെങ്കിൽ എൻ്റെ ജീവകലയാണ് പ്രതിഷ്ഠിക്കുന്നത്. അപ്പം എൻ്റെ ജീവകല അവിടെ പ്രതിഷ്ഠിക്കുമ്പോൾ മറ്റൊരു കുടുംബത്തിൽ ചെന്ന് ഞാൻ പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ അവിടുത്തെ കുടുംബത്തിൻ്റെ ജീവകല എങ്ങനെ എൻ്റെ ജീവനിൽ വരും? ഒരിക്കലും വരില്ല. അപ്പം എൻ്റെ പൂർവികൻ്റെ ജീവകലയെ അവിടെ വരും. പറഞ്ഞു മനസ്സിലായി. ഞാൻ നേരത്തെ ചോദിച്ചതിൻ്റെ മറുപടി ആയിട്ടില്ല. എന്തുകൊണ്ട് ഇത്രയും നമ്മൾ ക്ഷേത്രം പുനരുദ്ധരിച്ചിട്ടും അതാണ് ഈ ദുരിതമാണ്. അപ്പം അവിടെ നിൽക്കുന്ന ദേവത പൂർണ്ണമായി പുറന്തള്ളപ്പെടും. അവിടെ ഇരിക്കുന്ന ദേവതയല്ല രണ്ടാമത് പ്രതിഷ്ഠിക്കുന്നത്. ഇപ്പം ദുർഗ എന്ന് പറഞ്ഞ് പ്രതിഷ്ഠിച്ചിരിക്കുന്നു, നമ്മുടെ പൂർവികൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനകത്തുള്ള പൂർണ്ണമായി ഈ തന്ത്രി വന്നു നമ്മളെല്ലാം മാറ്റുന്നു. പിന്നെ നമുക്ക് ആ ക്ഷേത്രത്തിനകത്ത് പ്രവേശനമില്ല, നമ്മളവിടെ പ്രവേശിക്കുന്നില്ല. തന്ത്രി പറയുന്നു, നമ്മൾ കേൾക്കുന്നു, പൂജ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പൂർണ്ണമായി പുറന്തള്ളപ്പെടുന്നു. അതാണ് സംഭവിക്കുന്നത്. ആ ദേവതയും പുറത്താവുന്നു. തന്ത്രിയുടെ ജീവകലയാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ ദേവത അവിടെ ഇല്ല, നമ്മുടെ കുടുംബ പരദേവത അവിടെ ഇല്ല. കാരണം തന്ത്രിയുടെ പരദേവത അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഞങ്ങളുടെ ഒരു സുഹൃത്ത് പയ്യനുണ്ട്, ആശിഷ് എന്നാണ് അവൻ്റെ പേര്. അവൻ ഈ കാവ് സങ്കല്പവും തെക്കത് സങ്കല്പവും ഇടിച്ചു കളഞ്ഞിട്ട്, എനിക്ക് അത്രയും സ്വാതന്ത്ര്യമുണ്ട് ആ പേര് പറയുന്നത്, ഇടിച്ചു കളഞ്ഞിട്ട് ക്ഷേത്രം വെച്ചു കഴിഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ദുരിതങ്ങളുടെ ഘോഷയാത്ര എന്നതിനാണ് ദുരിതങ്ങളുടെ ക്ഷേത്രം. ഇപ്പോഴും അവിടെ അങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ദിവസം പോയിട്ട് ഞങ്ങൾ വിളിച്ചു നോക്കി. അപ്പോൾ നമ്മളിങ്ങനെയാണ് വിഷയം എന്ന് പറയുന്നത്. പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഇവിടെ മയിലാടിയിൽ ശിവപ്രതിഷ്ഠയും ഭഗവതി പ്രതിഷ്ഠയും കൊത്തിവെച്ചിരിക്കുന്നു. ഇവിടെ ഇത് ആയിട്ടില്ല. ഇപ്പോൾ സംഭവിച്ചത് നമ്മൾ പോയി കണ്ട ആ തന്ത്രി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പയ്യനെ ചെറുപ്പക്കാരനാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചേട്ടാ എങ്ങനെ നമുക്കിത് ചെയ്യാം? ആ പ്രതിഷ്ഠയെല്ലാം അവിടെ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ പീഠപ്രതിഷ്ഠ വെച്ചിരിക്കുക അവിടെ. ഇപ്പം അതിനുള്ള ശ്രമത ഇപ്പോൾ അടുത്ത് പ്രതിഷ്ഠ നടക്കാൻ പോവുക. ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് ആ ക്ഷേത്രം ചെയ്തു കഴിഞ്ഞു, ഇനി അതൊന്നും ചെയ്യാനില്ല. അപ്പോൾ അതിൻ്റെ വായുവിൻ്റെ പോക്ക് വരവ് കറക്റ്റ് ചെയ്യുക, വാതിലിൻ്റെ ചില സമ്പ്രദായങ്ങൾ കറക്റ്റ് ചെയ്യുക, അതിന് ടച്ചുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആലോചിച്ച് ചെയ്ത കറക്റ്റ് ചെയ്യുക, എല്ലാം ചെയ്തു വെച്ചിരിക്കുക. തമ്പുരാനെ പിടിച്ച് ശിവനാക്കുന്നു. ചെയ്ത് ക്രൂരതകളാണ്. നമ്മുടെ നാട്ടിൻപുറത്തിൻ്റെ ഒരു തമ്പുരാൻ, അദ്ദേഹത്തെ പിടിച്ച് ശിവനാക്കുന്നു, ശിവലിംഗം പ്രതിഷ്ഠിക്കുന്നു. തമ്പുരാൻ ശിവനിൽ ലയിക്കില്ല.
ഇത് ഇവരുടെ കുടുംബത്തിനകത്തുള്ള മറ്റൊരു തന്ത്രിയെ കൊണ്ട് പൂജ ചെയ്യിപ്പിക്കുന്നു. അതുപോലെ തന്നെ യക്ഷി സങ്കല്പത്തെ പിന്നെ പാർവതിയാക്കുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ദുരിതങ്ങളെന്ന് വെച്ചാൽ വളരെ ദുരിതം. അതൊരു ചെറുപ്പക്കാരനാണ്, വളരെ ദുരിതങ്ങളുടെ അവസ്ഥയാണ്. ഇത് കഴിഞ്ഞ് നമ്മളിത് അവിടെ ചെന്ന് തീരുമാനമെടുത്തു. അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടു, സമ്പ്രദായങ്ങളെല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന സമയം അവിടെ ചെന്ന് തീരുമാനമെടുത്തു. അവിടെ ഇദ്ദേഹം ഒരു വിളക്ക് കത്തിച്ച് വെച്ച് ഇറങ്ങി. 3-ാമത്തെ ദിവസം അദ്ദേഹം ഇൻ്റർവ്യൂ പാസ്സായി ജോലിയിൽ പ്രവേശിച്ചു. മുമ്പ് തടസ്സപ്പെട്ട് നിന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ജോലിയുണ്ട്. ഇപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛനും എല്ലാവരും കൂടെ ചേർന്ന് പീഠപ്രതിഷ്ഠ, മയിലാടിയിലെ പൈസ പോട്ടെന്നവർ വിചാരിച്ചിരിക്കുക. പകുതി ദുരിതം മാറിക്കഴിഞ്ഞു. ഒരു ഓപ്പൺ എയറിലിരുന്ന ഒരു തമ്പുരാനാണ്. അതിനവിടെ ക്ഷേത്രത്തിൻ്റെ ആവശ്യമേ ഇല്ല. പ്രശ്നം പ്രമുഖമായ തന്ത്രിമാർ വന്ന് പ്രശ്നം വെച്ചു, ഇത് നീങ്ങിയിട്ടില്ല. അപ്പോൾ ഇത് ചെയ്യുന്നത് ദുരിതമാണ്. ഇതിപ്പോൾ തന്ത്രിമാരാണെങ്കിൽ പോലും ഒരു തമ്പുരാനോ ഒരു കാവോ ഒരു കുടുംബക്ഷേത്രങ്ങളോ ഒക്കെ ചെല്ലുമ്പോൾ അവിടെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യേണ്ടത്. തീർച്ചയായും. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്ത് ആ കുടുംബം നശിച്ചിരിക്കും. കാരണം ആ കുടുംബത്തിനകത്തുള്ള ദേവത പുറത്തല്ലേ. അതെ. ആ കക്ഷിയുടെ വീട് പോലും നഷ്ടപ്പെട്ടു എന്നുള്ളത് പറഞ്ഞാൽ പാവമാണ്. വീട് പോലും പോയി. അത് ചെറിയൊരു നഷ്ടമല്ല അദ്ദേഹത്തിന് ഉണ്ടായത്. ദേവതയെ പുറത്താക്കി. ഇതൊക്കെ വിശ്വാസികൾക്കാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്. ഇതൊക്കെ ഒരു വിശ്വാസികൾക്കാണ്, അല്ലാതെ നമുക്ക് മറ്റുള്ള അവിശ്വാസികൾക്കല്ല. വിശ്വാസികൾക്ക് വേണ്ടി മാത്രമാണ് ഇതൊക്കെ പറയുന്നത്. അല്ലാതെ അവിശ്വാസികൾക്കൊന്നും എടുക്കുകയോ ഒന്നുമില്ല, എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇങ്ങനെ സംഭവിച്ചു. നമുക്ക് തെളിവുണ്ട്. ഇതുപോലെ എത്ര തെളിവുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ അങ്ങനെ ക്ഷേത്രങ്ങളായ കുടുംബക്കാരുടെ അമ്പലങ്ങളുണ്ട്. അവർക്കൊക്കെ എന്താണ് പറയാനുള്ളത്? അവർക്കിനി ചെയ്യാനുള്ള ഏക മാർഗം അത്യാവശ്യമായി അതിനകത്ത് കയറി വിളക്ക് കൊളുത്തുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്നത്. വിളക്ക് കൊളുത്തുക മാത്രം ഇവർ ബാക്കി എല്ലാ സമ്പ്രദായം ചെയ്യും. ഇവരൊരു ദിവസം അതങ്ങ് തുറക്കുക. എങ്ങനെ തുറന്നതിന് ശേഷം ഇവർ അത് ഇപ്പം നമ്മൾ ഈ തന്ത്രി വന്ന് പിന്നെ പ്രതിഷ്ഠ കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത മാസം ഒക്കെ ഈ ക്ഷേത്രം നിത്യവും ഒരു അന്തിവിളക്ക് കത്തിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. പിന്നെ അവിടെ വിളക്കില്ല, പൂട്ടിയിടുക. അതെ. കുടുംബക്കാരൻ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം കത്തിക്കൊണ്ട്. പിന്നെ ഇത് തന്ത്രി പ്രതിഷ്ഠ കഴിഞ്ഞാൽ പിന്നെ കുടുംബക്കാരൻ അതിനകത്ത് പ്രവേശനമില്ല. ഇത് തന്നെയാണ് ദേവതയ്ക്ക് സങ്കല്പിക്കുന്നത്. അപ്പം ഡെയിലി ഈ പോറ്റി വരുന്നതിനും തന്ത്രി വരുന്നതിനും ഒരുപാട് കാശാവുന്നുണ്ട്, ചെലവാകുന്നുണ്ട്. എന്നിട്ട് ഇവർക്ക് എന്ത് ചെയ്യുന്നു? ഇവരുടെ ജീവിതം റിവേഴ്സ് കൊണ്ടേയിരിക്കും. കാര്യം ഇതാണ്. കാരണം ഇവരുടെ ഒരു അമ്മയോ അമ്മുമ്മയോ അച്ഛനോ അല്ലെങ്കിൽ അപ്പൂപ്പനോ അല്ലെങ്കിൽ കുടുംബത്തിനകത്തൊരു കുഞ്ഞു ആയിക്കോട്ടെ ചെന്നൊരു അന്തിവിളക്ക് എത്തിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. കാണുമ്പം ഭംഗിയായി, പക്ഷേ ജീവിതം ഇവരുടെ പുറകോട്ടായി. അപ്പോൾ ഇവരിത് മനസ്സിലാക്കണം. ഇതിപ്പോൾ നമ്മളിത് പറയുന്നതും അതുകൊണ്ടാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു കുടുംബക്ഷേത്രം ആരെങ്കിലും അടച്ചിട്ടിട്ടുണ്ടെങ്കിൽ അവർ അടിയന്തരമായി ചെയ്യേണ്ടത് നമ്മുടെ ഭാഷയെ പറഞ്ഞ് ഇതിനെ തള്ളി തുറക്കുക എന്നുള്ളതാണ്. താക്കോല് വാങ്ങിച്ച് തള്ളി തുറന്ന് ഒരു വിളക്ക് അകത്ത് കത്തിക്ക്. എവൻ്റെ ജീവൻ്റെ അംശം അതിനകത്തിരിക്കുന്നത്. അല്ലെങ്കിൽ എവൻ്റെ അപ്പൂപ്പന, എവൻ്റെ ചിറ്റപ്പന, എവൻ്റെ അച്ഛൻ്റെ അവസ്ഥയാണ്. അപ്പോൾ എന്നൊക്കെ തന്നെ പറയും പിതാവോ, ഇതൊക്കെയാണ് അകത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അകത്ത് ജീവകലയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്ന് പറയുമ്പോൾ ഇവരല്ലേ എന്തായാലും നമ്മളെ സ്വത്വത്തെ തിരിച്ചറിയുക, അതാണ് ചെയ്യേണ്ടത്. നമ്മളെ തന്നെ തിരിച്ചറിയാൻ എന്ന് പറഞ്ഞ് ഇവരെ മാറ്റി നിർത്തണമെന്നല്ല. അവരെ വർഷത്തിലൊരിക്കൽ വേണമെങ്കിൽ അവരെ ഒന്ന് വിളിച്ച് പിന്നെ ആളെല്ലാം കൂടുമ്പോൾ അവരുടെ കർമ്മങ്ങളോ സംവിധാനങ്ങളോ ഒക്കെ ചെയ്തോളൂ. പക്ഷേ ഈ അന്തിവിളക്ക് മുടക്കാതിരിക്കുക. തീർച്ചയായും. കാവുകൾ പരമാവധി കാവ് സങ്കല്പങ്ങൾ പൊളിക്കാതിരിക്കുക. കാവ് നിലനിർത്തുന്നത് പ്രകൃതിക്കും നല്ലതാണ്. പ്രകൃതിക്കും നല്ലതാണ്. ഈ തെക്കത് സങ്കല്പം, ഈ കാവ് സങ്കല്പം, ഇതിനൊക്കെ നമുക്ക് അനുയോജ്യമായ രീതിയിലേക്ക് അതിനെ കൊണ്ടുവന്ന് അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. തന്ത്രിമാരും ഉണ്ട് കേട്ടോ. അവർ പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കുന്ന നല്ല തന്ത്രിമാരുണ്ട്. അവരെ കണ്ടെത്തി ഈ സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവരിക. അതാണ് ഇവർ ചെയ്യേണ്ടത്. അല്ലാതെ അവിടെ ഒരു ചെറിയ ഒരു മലരോ ഒരു വിളക്കോ വെച്ച് തീരേണ്ട വിഷയമാണ് ലക്ഷങ്ങൾ മുടക്കി ഇത് ചെയ്യുന്നത്. ഇവർ വിചാരിക്കുന്നത് എൻ്റെ കുടുംബത്തിൽ ഇന്ന തന്ത്രി വന്നു പ്രതിഷ്ഠിച്ചു, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു തന്ത്രി വന്ന് പ്രതിഷ്ഠിച്ചു, എല്ലാം ഭംഗിയായി. ഒരിക്കലും ഭംഗിയാവില്ല, റിവേഴ്സാണ്. കാരണം ഇവരുടെ ജീവൻ്റെ അംശം, ഇവരുടെ ജീവകല, ഇവരുടെ സമ്പ്രദായം എല്ലാം പുറത്താവുകയാണ്. അദ്ദേഹം എന്താണോ അവിടെ ചെയ്തിട്ട് പോകണം അതാണ്. അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്.